നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പര്യടനം ആവേശകരമായി തുടരുന്നു. കച്ചമുറുക്കി മുന്നണികൾ. ഹോട്ടൽ മേഖലയ്ക്ക് കനത്ത ആഘാതമായി വാണിജ്യ സിലിണ്ടറിന്റെ വില കുത്തനെ ഉയർത്തി. സംസ്ഥാനത്ത് ചൂട് കൂടും, ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി അധികൃതർ. തൃശൂർ മുൻ മേയർ MK വർഗീസ് വീണ്ടും കോൺഗ്രസിലേക്ക്. UDF സ്ഥാനാർത്ഥി രാജൻ പല്ലന് പിന്തുണ നൽകും. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ജനഹിതം 2026. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പലൂർ. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി A. പരമേശ്വരൻ നാഗേഷിന്റെ പ്രചാരണത്തിന് ആവേശം പകർന്ന് സുരേഷ് ഗോപി. തൃക്കൂർ, അളഗപ്പനഗർ പഞ്ചായത്തുകളിലെ വിവിധ കുടുംബ സംഗമങ്ങളിൽ സുരേഷ് ഗോപി പങ്കെടുത്തു. കല്ലൂർ, നായരങ്ങാടി, ഉളുമ്പത്തുകുന്ന്, ആലത്തൂർ, മുപ്ലിയം, കുഞ്ഞക്കര, മനക്കടവ് എന്നിവിടങ്ങളിൽ നടന്ന സംഗമങ്ങളിൽ അദ്ദേഹം വോട്ടർമാരോട് സംവദിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ വിശദീകരിച്ചുകൊണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസംഗം. ബുധനാഴ്ച തൃക്കൂർ പഞ്ചായത്തിലെ കള്ളായിയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. വെള്ളാനിക്കോട്, മുട്ടിത്തടി, പാലക്കുന്ന്, പൂക്കോട്, ചുക്കിരിക്കുന്ന് തുടങ്ങിയ മണ്ഡലത്തിലെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം സ്ഥാനാർത്ഥി സന്ദർശിച്ചു. ഉച്ചയ്ക്ക് ശേഷം അളഗപ്പനഗർ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലും പര്യടനം തുടർന്നു. പാലയ്ക്കപ്പറമ്പ്, ഞെള്ളൂർ, നായരങ്ങാടി വഴി മാവേലിപുരത്തും മുട്ടൻസ് കോർണറിലും എത്തിയ സ്ഥാനാർത്ഥിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. വൈകുന്നേരം ചുങ്കം, എരിപ്പോട് കേന്ദ്രങ്ങളിൽ സന്ദർശിച്ച് കുണ്ടുകാവ് അമ്പല പരിസരത്ത് പര്യടനം സമാപിച്ചു. NDAയുടെ വിജയത്തിനായി വലിയ ആത്മവിശ്വാസത്തോടെയാണ് പ്രവർത്തകർ രംഗത്തുള്ളത്. സ്ഥാനാർത്ഥി A. നാഗേഷിന്റെ വിജയത്തിനായി സുരേഷ് ഗോപിയെ പോലുള്ള പ്രമുഖ നേതാക്കൾ നേരിട്ടെത്തിയത് പുതുക്കാട് മണ്ഡലത്തിലെ പ്രചാരണത്തിന് പുതിയ ഊർജം നൽകിയിരിക്കുകയാണ്. പുതുക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ആവേശകരമായി തുടരുന്നു. മറ്റത്തൂർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടന്ന പര്യടനത്തിൽ ഉടനീളം ഊഷ്മളമായ വരവേൽപ്പാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. വട്ടനാത്ര മേടംകുളങ്ങര ക്ഷേത്രോത്സവത്തിലും പങ്കുചേർന്ന സ്ഥാനാർത്ഥി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. രാവിലെ മറ്റത്തൂർ പഞ്ചായത്തിലെ അവിട്ടപ്പള്ളിയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. കിഴക്കേ കോടാലി വരെയുള്ള വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടർമാർ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. MR രഞ്ജിത്ത്, PC ഉമേഷ്, PK രാജൻ, പ്രശാന്ത്, അശ്വതി വിബി എന്നിവർ പര്യടനത്തിൽ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. തുടർന്ന് വട്ടനാത്ര മേടംകുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളിൽ KK രാമചന്ദ്രൻ പങ്കെടുത്തു. പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗം PK വിനോദ്, ഗ്രാമപഞ്ചായത്ത് അംഗം ഉഷാദേവി എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഉത്സവത്തിനെത്തിയ ഭക്തജനങ്ങളുമായും നാട്ടുകാരുമായും അദ്ദേഹം ഏറെ നേരം ചിലവഴിച്ചു. ഉച്ചതിരിഞ്ഞ് മാങ്കുറ്റിപ്പാടം മുതൽ ആമ്പല്ലൂർ, വടക്കുമുറി വരെയുള്ള പ്രദേശങ്ങളിലായിരുന്നു പ്രചരണം. കാൽനടയായും വാഹനത്തിലുമായി നടന്ന പര്യടനത്തിൽ ഓരോ വോട്ടറെയും നേരിൽ കണ്ട വികസന തുടർച്ചയ്ക്കായി അദ്ദേഹം വോട്ടഭ്യർത്ഥിച്ചു. LDF സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ മുൻനിർത്തിയാണ് മണ്ഡലത്തിൽ KK രാമചന്ദ്രന്റെ പ്രചരണം മുന്നേറുന്നത്. പഞ്ചായത്തിന്റെ വിവിധ കോണുകളിൽ ലഭിക്കുന്ന വലിയ ജനപിന്തുണ വിജയമുറപ്പിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പ്. വരും ദിവസങ്ങളിലും മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം തുടരും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് മണ്ഡലത്തിലെ വിവിധ ആരാധനാലയങ്ങളിലും സ്ഥാപനങ്ങളിലും സന്ദർശനം നടത്തി. രാവിലെ സെന്റ് മേരീസ് ചർച്ച് പല്ലിശ്ശേരിയിലെത്തിയ അദ്ദേഹം ഇടവക പ്രതിനിധികളുമായും വിശ്വാസികളുമായും കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് ശാന്തിഭവൻ പാലിയേറ്റീവ് കെയർ സന്ദർശിച്ച് അന്തേവാസികളുമായും സന്നദ്ധ പ്രവർത്തകരുമായും സമയം ചെലവഴിച്ചു. പര്യടനത്തിന്റെ ഭാഗമായി വല്ലച്ചിറ പഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങളിലും വീടുകളിലും അദ്ദേഹം സന്ദർശനം നടത്തി. തൃക്കൂർ മതിക്കുന്ന് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ സ്ഥാനാർത്ഥി തൃക്കൂർ മേഖലയിലെ വിവിധ ജനവിഭാഗങ്ങളുമായും സംവദിച്ചു. വികസന കാര്യങ്ങളിലും പ്രാദേശിക പ്രശ്നങ്ങളിലും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടിയ യാത്രയിൽ നിരവധി പ്രവർത്തകർ അദ്ദേഹത്തെ അനുഗമിച്ചു. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിച്ചത്
തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പലൂർ. മറ്റു വാർത്തകളിലേക്ക്. ദേശീയപാത കുറുമാലിയിൽ കാറിൽ കണ്ടെയ്നർ ലോറിയിടിച്ച് കാർ ഡിവൈഡറിലെ കാനയിലേക്ക് മറിഞ്ഞു. യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു. ബുധനാഴ്ച വൈകിട്ട് 5:45 സംഭവം. ചാലക്കുടി ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന കാറിന് പുറകിൽ വന്ന കണ്ടെയ്നർ ലോറി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിയുകയായിരുന്നു. ഉടൻ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി. കാറിലുണ്ടായിരുന്ന ആനന്ദപുരം സ്വദേശികളായ 2 പേരെയും സുരക്ഷിതമായി പുറത്തെടുത്തു. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഹോട്ടൽ മേഖലയ്ക്ക് കനത്ത ആഘാതമായി വാണിജ്യ സിലിണ്ടറിന്റെ വില കുത്തനെ ഉയർത്തി. യുദ്ധക്കെടുതിയായ പാചകവാത ക്ഷാമത്തിനിടെ വാണിജ്യ LPG വില കുത്തനെ കൂട്ടി കമ്പനികൾ. 19 കിലോ സിലിണ്ടറിന് 195 രൂപ 50 പൈസയാണ് കൂട്ടിയത്. വില വർധന പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ഗ്യാസ് കിട്ടാത്തതിന്റെയും ഉയർന്ന വിലയ്ക്ക് ഗ്യാസ് വാങ്ങേണ്ടി വരുന്നതിന്റെയും കടുത്ത പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഹോട്ടൽ മേഖലയ്ക്ക് വാണിജ്യ LPGയുടെ വില വർദ്ധിച്ചത് ഇരുട്ടടിയാണ്. കേരളത്തിലെ പുതിയ വില 2092 രൂപയാണ്. നേരത്തെ 1890 രൂപയാണ്. അതേസമയം ഗാർഹികാവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. ബിസിനസ് ന്യൂസ്. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഇനി കീശ ചോരില്ല. ഗുണമേന്മയുള്ള പടക്കങ്ങൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ നീതി മാർജിൻ ഫ്രീ ഫയർ വർക്ക്സ് പുതുക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പുതുക്കാട് സിഗ്നലിന് സമീപം ആരംഭിച്ച നീതി മാർജിൻ ഫ്രീ ഫയർ വർക്സിന്റെ പുതിയ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം ഫാദർ ഡേവിസ് ചെറയത്ത് നിർവഹിച്ചു. സ്വന്തമായി നിർമ്മാണശാലയുള്ള നീതി മാർജിൻ ഫ്രീ ഫയർ വർക്സ് വെറൈറ്റി പടക്കങ്ങളാണ് വിപണിയിൽ എത്തിക്കുന്നത്. ഇടനിലക്കാരില്ലാതെ ശിവകാശിയിൽ നിന്നും നേരിട്ട് പടക്കങ്ങൾ എത്തിക്കുന്നതിലൂടെ വിപണിയിലെ വൻ വിലക്കയറ്റത്തിന് തടയിടുകയാണ് നീതി മാർജിൻ ഫ്രീ ഫയർ വർക്സ്. നീതി മാർജിൻ ഫ്രീ പടക്കങ്ങളുടെ ഹോൾസെയിൽ ഔട്ട്ലെറ്റ് നമ്മൾ ഇവിടെ പുതുക്കാട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വില കുറവാണ്. ഹോൾസെയിലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ശിവകാശിയിൽ നിന്ന് നേരിട്ടാണ് നമുക്ക് അവിടെ കമ്പനി ഉണ്ട്. അവിടുന്ന് നേരിട്ടാണ് നമ്മൾ സാധനങ്ങൾ ഇറക്കിയിട്ട് ഇത് ചെയ്യുന്നത്. 250 per ഐറ്റംസ് ഉണ്ട് വെറൈറ്റി. പിന്നെ 1000 പാലകളുണ്ട്, 2000 പാലകളുണ്ട്, 5000 ഉണ്ട്, 10000 ഉണ്ട്. പിന്നെ 250 ഷോട്ട് ഉണ്ട്, 120 ഷോട്ട് ഉണ്ട്, 60 ഉണ്ട്, 30 ഉണ്ട്, 12 ഉണ്ട്. പിന്നെ അനേകം വെറൈറ്റി പടക്കങ്ങളുണ്ട്. നമ്മുടെ ഷോപ്പ് പിന്നെ നിൽക്കുന്നത് പുതുക്കാട് പള്ളിക്ക് സിഗ്നലിൻ്റെ തൊട്ട് മുൻപിലായിട്ടാണ്. അപ്പോൾ ഇനി വിഷുവാണ് വരുന്നത്. എല്ലാവരും ഇവിടെ വരിക, പടക്കങ്ങൾ വാങ്ങിക്കുക, ആഘോഷം അടിപൊളിയാക്കുക. പിന്നെ നമ്മളെ ഉദ്ഘാടനം പ്രമാണിച്ചിട്ട് ഏറ്റവും വലിയ ഓഫർ ഓരോ 2000 രൂപയുടെ പർച്ചേസിനും ഒരു 2000 പാല ഫ്രീ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഉദ്ഘാടനം പ്രമാണിച്ചിട്ടുള്ള ഒരു ഓഫർ മാത്രമാണ്. സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ പടക്കങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഷോറൂം പുതുക്കാട് തുറന്നിരിക്കുന്നത്. 500-ലധികം വൈവിധ്യമാർന്ന ഇന്ത്യൻ, ചൈനീസ് പടക്കങ്ങളുടെ വൻ ശേഖരമാണ് ഇവിടെ ഒരുങ്ങുന്നത്. വിപണിയെ അമ്പരപ്പിക്കുന്ന ഓഫറുകളാണ് മാനേജ്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1000 വാല വെറും 100 രൂപയ്ക്ക്, കുരുവി പടക്കം 5ഉം 7ഉം രൂപ മുതൽ, 10ഉം 20ഉം രൂപ മുതൽ സരസ്വതി പടക്കം, കാന്താരി 20ഉം 25ഉം രൂപ മുതൽ, 7 രൂപ മുതൽ കമ്പിത്തിരി. ഇതിനു പുറമെ ആഘോഷങ്ങൾക്കായി പ്രത്യേകമായി തയ്യാറാക്കിയ 1000 സ്പെഷ്യൽ കിറ്റുകളും ഇവിടെ ലഭ്യമാണ്. മാഹിയിലെ പ്രശസ്തമായ നീതി മാർജിൻ ഫ്രീ ഫയർ വർക്സിന്റെ സഹോദര സ്ഥാപനമാണിത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓരോ 2000 രൂപയുടെ പർച്ചേസിനും 1000 വാല സൗജന്യമാണ്. കുറഞ്ഞ ചിലവിൽ ആഘോഷങ്ങൾ ഗംഭീരമാക്കാൻ ഇനി പുതുക്കാട് നീതി മാർജിൻ ഫ്രീ ഫയർ വർക്സിലേക്ക് വരാം. നീതി മാർജിൻ ഫ്രീ ഫയർ വർക്സ്, പുതുക്കാട് സിഗ്നലിന് സമീപം. ഫോൺ നമ്പർ 8129928209. മറ്റൊരു ഫോൺ നമ്പർ 8089928209. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിലെ ഗേറ്റിന് സമീപമുള്ള 1ാം പ്ലാറ്റ്ഫോമിലേക്കുള്ള പ്രവേശന കവാടം അധികൃതർ അടച്ചു. സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി റെയിൽവേ ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണ് കവാടം അടച്ചത്.
ഇതോടെ പുതുക്കാട് ഭാഗത്തു നിന്നുള്ള യാത്രക്കാർക്ക് സ്റ്റേഷന്റെ പ്രധാന പ്രവേശന കവാടം വഴി മാത്രമേ പ്രവേശനം സാധ്യമാകൂ. സ്റ്റേഷനിൽ ഇറങ്ങുന്ന യാത്രക്കാരും പ്രധാന പ്രവേശന കവാടം വഴി പുറത്തേക്ക് പോകേണ്ടി വരും. റെയിൽവേ ഗേറ്റ് വഴിയുള്ള പ്രവേശന കവാടം സ്ഥിരം യാത്രക്കാർക്ക് അടക്കം ഏറെ പ്രയോജനകരമായിരുന്നു. എന്നാൽ ഈ കവാടം അടച്ചതോടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിലാണ്. തൃശൂർ കോർപ്പറേഷൻ LDF ഭരിക്കുന്ന സമയത്ത് കോർപ്പറേഷൻ മേയറായിരുന്ന MK വർഗീസ് ഇടതു ബാന്ധവം അവസാനിപ്പിച്ചു. വീണ്ടും കോൺഗ്രസിലേക്ക്. തൃശൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലൻ തീർച്ചയായും ജയിക്കുമെന്നും UDF ഭരണത്തിൽ വന്നാൽ തൃശൂരിൽ ഒരു മന്ത്രി ഉണ്ടാകുമെന്നും MK വർഗീസ് പറഞ്ഞു. ഇക്കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച MK വർഗീസിനെ കൂടെ ചേർത്താണ് LDF കോർപ്പറേഷൻ ഭരണം സ്വന്തമാക്കിയത്. 2.5 വർഷത്തിനു ശേഷം കൈമാറും എന്നെല്ലാം ചില ധാരണകൾ ഉണ്ടായിരുന്നതായി പറയുന്നുണ്ടെങ്കിലും മേടസ്ഥാനം വിട്ടുകൊടുക്കാതെ 5 വർഷം തികച്ചു ഭരിച്ചാണ് MK വർഗീസ് മേയർ കസേരയിൽ നിന്നിറങ്ങിയത്. തന്റെ ഭരണകാലത്ത് BJPക്ക് അനുകൂലമായ ചില പ്രസ്താവനകൾ നടത്തി വിവാദത്തിലാവുകയും ചെയ്തിരുന്നു മുൻ മേയർ MK വർഗീസ്. സുരേഷ് ഗോപി വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് തന്നതായും TN പ്രതാപൻ MP ആയിരിക്കെ ഫണ്ട് തന്നില്ലെന്നും മറ്റുമുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. നേരത്തെ സുരേഷ് ഗോപിക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതടക്കം പലവിധ വിവാദങ്ങൾക്കും വഴിയൊരുങ്ങിയിട്ടും BJP സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രചാരണങ്ങൾ നടന്നിട്ടും കൃത്യമായി മറുപടി പറയാതെ ഇരുന്ന അദ്ദേഹം ഇപ്പോഴാണ് നിലപാട് വ്യക്തമാക്കിയത്. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ നഴ്സുമാർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് AOCTA അതിജീവന പോരാട്ടത്തിൽ നഴ്സുമാർക്കൊപ്പമുണ്ടെന്ന് പ്രഖ്യാപിച്ച സംഘടന സമരപ്പന്തലിൽ കുടിവെള്ള വിതരണവും നടത്തി. കടുത്ത വേനൽ ചൂടിനെ അവഗണിച്ച് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന് മുന്നിൽ ശമ്പള വർധനവിനായി സമരം ചെയ്യുന്ന നഴ്സുമാരെ പിന്തുണച്ചാണ് AOCTA ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയത്. നീതിപൂർവമായ ശമ്പളം ഉറപ്പാക്കുന്നതുവരെ നഴ്സുമാരുടെ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് സംഘടന വ്യക്തമാക്കി. AOCTA മുൻ ജില്ലാ പ്രസിഡന്റ് പ്രമോദ് K. അയിലൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് പ്രിപനൻ ചുണ്ടലപ്പറമ്പിൽ ഐക്യദാർഢ്യ പ്രഭാഷണം നടത്തി. സമരപ്പന്തലിലെ കടുത്ത ചൂടിൽ ആശ്വാസമായി സമരക്കാർക്ക് കുടിവെള്ളവും സംഘടന വിതരണം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഖിൽ, അതുൽ കൃഷ്ണ, രജീഷ്, സ്റ്റെഫിൻ, പിഷോൺ, സൗരവ് തുടങ്ങിയവർ പങ്കെടുത്തു. അതേപോലെ തന്നെ അഹോരാത്രം ജനങ്ങൾക്കും അതേപോലെ എല്ലാവർക്കും വേണ്ടി പ്രയത്നിക്കുന്ന ഒരു സംഘടനയാണ് AOCTA. ആ AOCTA നഴ്സുമാരുടെ ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഞങ്ങളെ ഈ സംഘടനയെക്കുറിച്ചും ഇവരുടെ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നതിനായിട്ട് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രവീൺ അത്തരമൊരു സമരത്തിലേക്ക് സഹോദരിമാർ എത്തിയത് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നല്ലവരായ ആളുകൾക്കൊക്കെ അറിയാം. തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബ പ്രാരാബ്ധവുമായി മുന്നോട്ട് പോകുമ്പോൾ ആ കുടുംബത്തിന്റെ പ്രാരാബ്ധം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ബാങ്കുകളിലും കയറിയിറങ്ങി പഠിച്ചു നേടിയ നഴ്സിംഗ് ജോലിയുമായി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് അർഹതപ്പെട്ട രീതിയിലുള്ള വരുമാന മാർഗം പോലും കൊടുക്കുവാൻ ഇന്ന് ആശുപത്രികൾ തയ്യാറല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. വ്യാഴാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി വരെയും കൊല്ലം, കോട്ടയം, തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി വരെയും പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി വരെയും തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിലെ കാവടി മഹോത്സവം ഏപ്രിൽ 5 ആഘോഷിക്കും. അന്നേ ദിവസം രാവിലെ 6:30 മുതൽ വിവിധ സെറ്റുകളുടെ അഭിഷേകം, രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ വിവിധ സെറ്റുകളുടെ കാവടി വരവ്, വൈകിട്ട് 6:30 ദീപാരാധന, രാത്രി 8 മുതൽ പുലർച്ചെ 1:30 വരെ കാവടിയാട്ടം എന്നിവ ഉണ്ടാകും. 8 ദേശക്കാവടി സെറ്റുകൾ അണിനിരക്കും. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പാലക്കാട് ലക്കിടിയിൽ പ്രവർത്തിക്കുന്ന അസാപ്പ് കേരളയുടെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിന് കീഴിൽ നടത്തുന്ന ഡ്രോൺ പൈലറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം.
5 ദിവസത്തെ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നൽകുന്ന 25 കിലോഗ്രാം വരെ ഭാരമുള്ള ഡ്രോൺ ഉപയോഗിക്കാനുള്ള ലൈസൻസ് ലഭിക്കും. ഏപ്രിൽ 4 വരെ അപേക്ഷിക്കാം. അസാപ്പിൻ്റെ കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് കോഴ്സ് നടക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ആദ്യ നമ്പർ 9495999667. അടുത്ത നമ്പർ 9895967998. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,885 രൂപ, പവന് 1,11,080 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുക്കാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പര്യടനം ആവേശകരമായി തുടരുന്നു. കച്ചമുറുക്കി മുന്നണികൾ. ഹോട്ടൽ മേഖലയ്ക്ക് കനത്ത ആഘാതമായി വാണിജ്യ സിലിണ്ടറിന്റെ വില കുത്തനെ ഉയർത്തി. സംസ്ഥാനത്ത് ചൂട് കൂടും, ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി അധികൃതർ. തൃശൂർ മുൻ മേയർ MK വർഗീസ് വീണ്ടും കോൺഗ്രസിലേക്ക്. UDF സ്ഥാനാർത്ഥി രാജൻ പല്ലന് പിന്തുണ നൽകും. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.